വീഡിയോകൾക്ക് മുമ്പിൽ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് പള്ളി പോണീന് എന്താ പ്രശ്നം? അതൊക്കെ കുറച്ച് മൂല്യന്മാരുണ്ടാക്കി തീർത്തതാണ്, മറ്റതാണ്, മറിച്ചതാണ്. പിന്നെ വേറെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് അഭിപ്രായം പറ. പിന്നെ ഇതേപോലെ കല്യാണത്തിന് സെൽഫി, വെൽക്കം ഡ്രിങ്കിന് കൊടുക്കണ എന്തൊക്കെ അനാചാരങ്ങൾ. നിർബല് പള്ളിയിൽ ഒതുങ്ങണം എന്ന് പറഞ്ഞ് ഇതിന് ഒരക്ഷരം നമ്മളെ പണ്ഡിതന്മാർ മുണ്ടണില്ല. ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് എടുത്തു മാറ്റിയിട്ട് ലോകം മുഴുവൻ അറിയിച്ചിട്ട് അതൊരു അത് പല പത്രപ്രവർത്തകരും ചർച്ച ചെയ്യാം. ഇതെന്താണ് ആരും കാണാതെ പോണത്? നിങ്ങൾ കാണാതെ പോകണ്ട. നിങ്ങൾക്ക് വലിയൊരാൾക്കാരാണ് അത് എങ്കിൽ നിങ്ങൾ മുണ്ടാതിരി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നേതാക്കന്മാർ നിങ്ങൾ പറയണ്ട, അതൊന്ന് പറയാതിരുന്നാൽ മതി. നിങ്ങളൊരക്ഷരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ സമുദായ പാർട്ടിനെയും ഇവരൊക്കെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, നമ്മുടെ നേതാക്കന്മാർക്ക് പേടിയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, ഈ ആയത്തെ ആത്മീയത അങ്ങോട്ട് ഒഴിവാക്കുക. ഈ സംഘടനൻ്റെ തലപ്പത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കും ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ തലപ്പത്ത് CIസിൻ്റെ തലപ്പത്ത് ഇയാൾ, SNEസിൻ്റെ തലപ്പത്ത് ഇയാൾ. എന്താണ് നമ്മളെ എവിടേക്ക് പോയി നമ്മളെ നേതൃത്വം? എല്ലാം അതിൻ്റെ അപ്പത്തിന് നമ്മൾ മാനം ഇടിഞ്ഞു പോകുന്നറിയും. അപ്പം നമ്മൾ പറയാം അയാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ മാനം പൊളിഞ്ഞാടും എന്നറിയും. മാനം പൊളിഞ്ഞാടുന്ന് എഴുതിയിട്ട് മുട്ടിട്ട് താങ്ങാനും നമ്മളെ കൊണ്ട് കഴിയൂല. മാനം പൊളിഞ്ഞാടട്ടെ. ഇല്ല, ബിദ്അത്തിന്റെ വഹാബികളെല്ലാ പരിപാടിക്കും മൊത്തം പോവുക. എവിടേക്കെത്തി? എന്നിട്ട് പിന്നെ നമ്മളെ നേതൃത്വത്തിന് ഒരു മുണ്ടാട്ടമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ബാക്കിൽ പോകാതെ നഊദു ബില്ലാ, പടച്ച റബ്ബ് കാക്കട്ടെ. ഹിന്ദി പാട്ടുകളും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുമ്പോൾ പെണ്ണുങ്ങൾ ഹിന്ദി പാട്ട്, മറ്റേ പാട്ട് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതാണ് എന്ന് ഇസ്ലാമിൽ നിന്ന് തെറ്റിദ്ധരിച്ചു പോകും ജനങ്ങൾ. നഊദു ബില്ലാ. പിന്നെയും പറയാണ്, പടച്ച റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ റബ്ബെ. ഈ മുസ്ലിം ഉമ്മത്തിനെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതൊക്കെ കാണാതെ പോവല്ലാണ്. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചിട്ട് നമ്മുടെ നേതൃത്വം പോവുകയാണ്. അതിലൊരു പ്രതിഷേധം ഞാൻ അറിയിക്കാം. ഞാൻ പ്രതിഷേധം അറിയിച്ചിട്ടൊരു കാര്യമില്ല. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കം ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ നേതാക്കന്മാരും മൗനം പാലിക്കുകയാണ്. പണ്ട് ഈ പറയപ്പെട്ട ഈ തീപ്പെട്ടിക്കൊള്ളി വരുതൽ, കത്തിക്കൽ, ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലേ നമ്മൾ ഒരാളെ പറ്റിയിട്ട്. ആ ആള് തന്നെയാണ് ഒരു കുട്ടി, ഒരു പ്രായപൂർത്തിയാകാത്തൊരു പൈതൽ സ്റ്റേജിൽ ഒരു സമ്മാനം വാങ്ങിയപ്പോൾ ആരാടാ ഈ കുട്ടിനെ ഇങ്ങോട്ട് വിളിച്ചെടുത്തിയത്? നിങ്ങൾക്കറിയില്ലേ അന്യ പെൺകുട്ടികളെ സ്റ്റേജിക്ക് വരുത്താൻ പാടില്ല എന്ന്? ഇതാണോ സമസ്തൻ്റെ നയം? നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചുമ്പിലുണ്ടാക്കി ലോകം അത് ചർച്ച ചെയ്തതാണ് അല്ലേ? അതിനുവേണ്ടി വനിതാ കമ്മീഷൻ ഏതൊക്കെ കമ്മീഷൻ കേസെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് വരുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞ മാതിരിക്ക് എൻ്റെ മകൻ കട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒലക്കാൻ മൂടുന്നത് വരെ അരി നെല്ലിട്ടിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞു. വല്ല ഉസ്താദ് നിങ്ങളെ മകനുണ്ടോ? എന്നാൽ പിന്നെ ഒലക്കണ കടത്തിട്ടുള്ളൂ, എന്നിട്ട് അതിൻ്റെ മുകളിൽ അരി ഇട്ടാൽ മതി എന്ന് പറയുന്നൊരു കോലത്തിലേക്ക് നമ്മളുടെ നേതൃത്വം എത്തി. അതായത് പൊതുജനങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഭയങ്കര സബിൽ മൂപിക്കാത്തായിട്ട് ചിത്രീകരിച്ച് ലോകം പറയിപ്പിക്കുക, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഔലിയ എന്നും പറഞ്ഞിട്ട്. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഈ കല്യാണത്തിന് വരുന്ന ആർഭാടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നൊക്കെ എത്ര കോടി, എത്ര ലക്ഷത്തിൻ്റെ ആർഭാട കല്യാണമാണ് ഇപ്പം നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണം നടന്നു. ഈ പ്രാവശ്യം നമ്മളൊന്നും പാണക്കാട് സാദാത്യങ്ങളെ ഉപദേശിക്കാൻ നമ്മൾ അർഹനല്ല. പക്ഷെ ഇവരൊക്കെ പറഞ്ഞിരുന്നു കല്യാണങ്ങൾ മഹല്ലുകളിൽ ഒതുങ്ങണം എന്ന് പറയപ്പെട്ട ആളുകളുടെ കല്യാണത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ സമുദായത്തിൻ്റെ പോക്ക്. എന്നിട്ടൊക്കെ കണ്ടിട്ട് നമ്മളാരും നേതാക്കന്മാരോ ഒരക്ഷരം ഉണ്ടെന്നില്ല. പിന്നെ നീട്ടി വിളിക്കും സയ്യിദുൽ ഉമ്മ, പിന്നെ നീട്ടി ശബ്ദ കൂട്ടി വിളിക്കും നമ്മൾ അല്ലേ? ഇപ്പം കഴിഞ്ഞ ജാമിയ നൂരിൻ്റെ സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞത്, മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ അല്ലേ? പിന്നെയും ഇവരെ ഒപ്പം ആത്മീയത എന്നും പറഞ്ഞിട്ട് നമ്മളെ നേതാക്കന്മാർ തന്നെ ഇവരെ ഒപ്പം കൂടാണ്. എന്ത് ആത്മീയതയാണ് കിട്ടുന്നത് അല്ലേ? പണ്ട് ഹൈദർ ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ വഫാത്താകുന്നത് വരെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിരുന്ന അവിടെ ഇല്ല, എൻ്റെ അറിവിലില്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാം പബ്ലിസിറ്റിയായി. അവിടെയുള്ള പെണ്ണുങ്ങൾ സ്റ്റേജിൽ ഇരുത്തി പുറത്ത് വന്നിട്ട് മീഡിയകൾക്ക് മുമ്പിൽ വന്നിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാണക്കാട്ടെ തങ്ങൾ ഇനി കൊടുത്തയച്ചിട്ട് പാഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട. പാണക്കാട്ടുകാർക്ക് പ്രത്യേക ഇളവ്, ഓല കല്യാണം എങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല, നാട്ടുകാർ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നടത്തിയാൽ മതി.
ബ്രസീൽ ഇതൊക്കെ കളികളൊക്കെ ആരാധന മൂക്കരുത്, പക്ഷെ ഓൽക്ക് പറ്റുമോ അങ്ങനെയൊക്കെ